പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചു. ഇത് എല്ലാവർക്കും അറിയാം. നേരത്തെ തന്നെ 15-ാം തീയതി സൗജന്യ യാത്ര അനുവദിക്കുമെന്നൊക്കെ അറിഞ്ഞതാണ്. അപ്പോൾ ഇതൊന്നും അറിയാനായിട്ട് ഞാൻ ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു KSRTC ബസ്, എനിക്കധികം നിൽക്കേണ്ടി വന്നില്ല. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ KSRTC ബസ്സുണ്ട്. അതിൽ അവിടെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, സ്ത്രീകൾക്ക് സൗജന്യം എന്നൊക്കെ. പക്ഷേ ടിക്കറ്റ് എടുക്കാത്തവർക്ക് നാണക്കേട് എന്നൊക്കെ പറയുന്നൊന്നുമില്ല. സ്ത്രീകൾക്കകത്ത് ടിക്കറ്റുണ്ട്. അല്ലാതെ അവർ കയറിയിരുന്നു, കണ്ടക്ടർ അവരെ ഗവനിക്കാമെന്നിരിക്കത്തില്ല. അവിടെ ചെന്നു അവർക്ക് ടിക്കറ്റ് കൊടുക്കും. പൈസ ഇല്ലെന്നേ ഉള്ളൂ, ടിക്കറ്റുണ്ട്. ഇത് ഞാൻ കണ്ട കാഴ്ചയാണ്. പിന്നെ ഒത്തിരി ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, ഇത് പരിമിതമായിട്ടുള്ള ബസ്. ഇപ്പം അത്യാവശ്യത്തിന് പോകേണ്ടവർക്ക് പിന്നെ 400 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 300 രൂപ കൊടുത്ത് കുപ്പി അടിക്കാനായിട്ട് പോകേണ്ടവർക്ക് 15 രൂപയുടെ KSRTCയുടെ ഫ്രീ വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യത്തിന് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ മറ്റ് സ്ത്രീകൾക്ക് ഷോപ്പുകളിൽ, മള്ളികളിൽ, ഹോസ്പിറ്റലിൽ ക്ലീനിങ്ങിനും അല്ലെങ്കിൽ പാചകത്തിനുമൊക്കെ പോകുന്ന സ്ത്രീകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകാർക്കിത് ദോഷകരമാണെന്ന് പറഞ്ഞു. ഞാനിന്ന് പ്രൈവറ്റ് ബസ്സിലും കയറി. അതിലും സ്ത്രീകൾ ഇഷ്ടം പോലുണ്ട്. ഈ KSRTC ആയാലും ഈ ചെയിൻ സർവീസ്, ബോംബെയിൽ ലോക്കൽ ട്രെയിൻ ഓടിക്കുന്ന പോലെ 4 മിനിറ്റ് വിട്ട് ഓടിക്കാനൊക്കത്തില്ലല്ലോ. ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പോഴത്തേന് പ്രൈവറ്റ് ബസ് ഓടുന്ന സ്ഥലമാണെങ്കിൽ അതിൽ ആൾക്കാർ കയറുന്നുണ്ട്. അല്ലാതെ വേണ്ട മറ്റേ വരട്ടെ എന്നും പറഞ്ഞ് നിൽക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് അകത്തേ പോകാം. പക്ഷേ അവരുടെ സമയം നോക്കിയിട്ട് ഈ പ്രൈവറ്റ് ബസ്സുകാരുടെയും എല്ലാം കയറുന്നുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പ്രൈവറ്റ് ബസ്സിലും ട്രാൻസ്പോർട്ടിലും ഇന്ന് കയറിയതാണ്. കുഴപ്പമൊന്നുമില്ല. വളരെ നല്ലൊരു ഉദ്യമമാണ്. കുറ്റം പറയേണ്ടവർക്ക് എന്തിനും കുറ്റം പറയാം. അതിനെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഒരു സ്വഭാവമാണ്. പൊന്ന് കൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്തു കഴിഞ്ഞാലും കുറ്റം പറയും. അതുകൊണ്ട് ഇതൊരു നല്ല കാര്യമാണ്. ഇത് ഒരു യാഥാർത്ഥ്യത്തിലോട്ട് കടക്കുന്നേ ഉള്ളൂ. ഇത് വളരെ എല്ലാവർക്കും പ്രയോജനപരമായ രീതിയിൽ നടപ്പാക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് നൈറ്റ്. ജയ് ഹിന്ദ്.